So welcome to Leeds Academy Smart Plus. ഇന്ന് നമ്മൾ 10th തേർഡ് ചാപ്റ്റർ ആയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി എ സി കറണ്ട് എന്താണ്, ഡി സി കറണ്ട് എന്താണെന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഉപകരണങ്ങളെക്കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. അത് ഫസ്റ്റ് വൺ തന്നെ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് എ സി അല്ലെങ്കിൽ ഡി സി ഉണ്ടാക്കുന്നത്, ജനറേറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ജനറേറ്റർ എന്താണ്, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ജനറേറ്ററുകൾ എന്താണ്? ജനറേറ്റർ എന്ന് പറഞ്ഞാൽ, ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി യൂസിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്സിൻ്റെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് വേറെ വേറെ എനർജി രൂപങ്ങളാക്കി മാറ്റാം. കെമിക്കലാക്കി മാറ്റാം, മെക്കാനിക്കലാക്കി മാറ്റാം, ഹീറ്റ് എനർജി ആക്കാം, ലൈറ്റ് എനർജി ആക്കാം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇതിന് നമ്മൾ നേരെ തിരിക്കുകയാണ്. എന്താണ്? മെക്കാനിക്കൽ എനർജീനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഡിവൈസിനെയാണ് നമ്മൾ ജനറേറ്റേഴ്സ് എന്ന് പറയാം. സോ ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ജനറേറ്ററുകളുണ്ട്. ഒന്ന് എ സി ജനറേറ്റർ, എ സി കറണ്ട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എ സി ജനറേറ്റേഴ്സ്. രണ്ടാമത്തത് ഡി സി ജനറേറ്റർ. ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്, നമ്മുടെ ബാറ്ററി പോലെ ഡയറക്റ്റ് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നേർധാരാ വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജനറേറ്ററാണ് ഡി സി ജനറേറ്റർ. അപ്പോൾ ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. ആദ്യം നമുക്ക് എ സി ജനറേറ്റർ നോക്കാം. അപ്പോൾ എ സി ജനറേറ്റർ, അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു എന്തിനെ? മെക്കാനിക്കൽ എനർജീനെ നമ്മൾ എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു സാധനം ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജീനെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അത് ചലിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ കഴിവുള്ള ഒരു സാധനമാണ് നമ്മുടെ ജനറേറ്റർ. എന്തുപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞേ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ജനറേറ്ററുകളും വർക്ക് ചെയ്യുക. അപ്പോൾ ജനറേറ്റർ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ്, വൈദ്യുത കാന്തിക പ്രേരണം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ആ വസ്തുവായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരുമ്പം ആ വസ്തുവിലൂടെ ഒരു കറണ്ട് ഒഴുകും. കാരണം അതിലൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അപ്പം അങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് കൊണ്ട് ആ വസ്തുവിലൂടെ കറണ്ട് ഒഴുകും. അപ്പം ഞാനാണ് ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ ആ മാഗ്നറ്റിക് ഫീൽഡിൽ വെറുതെ നിന്ന് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം, മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഒന്നും സംഭവിക്കില്ല. അതേസമയം ഞാനിങ്ങനെ തിരിയും മറിയുമൊക്കെ ഞാൻ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം വരികയും എന്നിലൂടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും എന്നിലൂടെ കറണ്ട് ഒഴുകാനും തുടങ്ങും. അപ്പം എനിക്ക് ജീവനില്ലാത്തൊരു സാധനമാണെന്ന് വിചാരിക്കുക. അപ്പോൾ വെറുതെ ഒരു കമ്പി കഷ്ണമാണ് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? തിരിക്കണം അല്ലേ? അപ്പം നമ്മളവിടെ മെക്കാനിക്കൽ വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ ആ കമ്പിയെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് മാഗ്നറ്റിക് ഫീൽഡിൽ എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ആ കമ്പി കിടന്ന് മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ചുറ്റുമുള്ള എന്ത് മാറും? മാഗ്നറ്റിക് ഫ്ലക്സ് മാറും, ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പിയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതിലൂടെ എന്തൊഴുകും? കറണ്ട് ഒഴുകും. അപ്പോൾ അത് തന്നെയാണ് ജനറേറ്ററുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിന് എന്തുണ്ട്? ഒരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ വലിയ രണ്ട് കാന്തങ്ങളെ സങ്കല്പിക്കുക. നോർത്ത് പോൾ ഒരു ഭാഗത്ത്, സൗത്ത് പോൾ ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് കാന്തങ്ങളുണ്ട്. പിന്നെ ആർമേച്ചർ ഉണ്ട്. നിങ്ങൾ മോട്ടോറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആർമേച്ചർ എന്താണ്? ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു സോളിഡ് അയൺ കോറിന് ചുറ്റിയെടുത്തിരിക്കുന്ന കമ്പിയാണ് അല്ലേ? ഇൻസുലേറ്റഡ് വയറാണ്.
ഒരു പച്ച ഇരുമ്പ് കോറിന് ചുറ്റും ചുറ്റിയെടുത്തിരിക്കുന്ന ലോഹത്തെ അല്ലെങ്കിൽ കമ്പിയെയാണ് നമ്മൾ എന്ത് പറയുക, ആർമേച്ചർ എന്ന് പറയുക. പിന്നെ അതിനുള്ളത് എന്താണ്, സ്ലിപ്പ് റിങ്ങുകൾ. സ്ലിപ്പ് റിങ് എന്ന് പറഞ്ഞാൽ ഒരു റിങ് ഇവിടെയും പിന്നെ മറ്റേ റിങ് ഞാൻ കുറച്ചിങ്ങോട്ട് വരയ്ക്കുകയാണ്, അടുത്ത റിങ് ഇവിടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ 2 റിങ്ങുകളുണ്ട്, അതിനെയാണ് സ്ലിപ്പ് റിങ്ങുകൾ എന്ന് പറയാം. അപ്പം 2 റിങ്ങും ഉണ്ട്. പിന്നെ ബ്രഷുകൾ. ബ്രഷ് എന്ന് പറഞ്ഞാൽ ഈ റിങ്ങിനെ സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന സാധനമാണെന്ത്, ബ്രഷ്. അപ്പോൾ റിങ്ങിനെ 2നെയും സർക്യൂട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ബ്രഷ് എന്ന് പറയാം. ഈ 2ാമത്തെ റിങ് ഈ 2ാമത്തെ കാലിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ, ആദ്യത്തെ റിങ് ആദ്യത്തെ കാലിലേക്ക്. അപ്പോൾ ഇത്രയാണ് ഒരു ജനറേറ്ററിൻ്റെ മെയിൻ ഭാഗം. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ആർമേച്ചർ നിങ്ങൾക്കറിയാം ഒരു കമ്പിയാണ് അല്ലേ, കമ്പി കഷ്ണമാണ്, ഒരു പച്ചിരുമ്പ് കോറിന് ചുറ്റുമുള്ള കമ്പി കഷ്ണം. ഇത് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് കറക്കും. ഒരാൾ ഇവിടെ നിന്നിട്ട് ഈ ആർമേച്ചറിന് ഇങ്ങനെ കറക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആർമേച്ചർ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് എന്ത് പോയിട്ടുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോയിട്ടുണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ആർമേച്ചർ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പം അതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് വരികയാണ്, മാറ്റം വരികയാണ്. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പം ഈ ആർമേച്ചറിലേക്ക് എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും, EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും, ഒരു വോൾട്ടേജ് ഉണ്ടാവും. അങ്ങനെ ആർമേച്ചറിൽ വോൾട്ടേജ് ഉണ്ടായി അല്ലെങ്കിൽ EMF ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമേച്ചറിലൂടെ എന്തൊഴുകും, ഒരു കറണ്ട് ഒഴുകും. അങ്ങനെ ഒഴുകുന്ന കറണ്ട് ഈ സ്ലിപ്പ് റിങ്ങുകളിലേക്ക് വന്നിട്ട് ഈ ബ്രഷിലൂടെ കടന്ന് ഈ സർക്യൂട്ടിലേക്ക് വരും കറണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഈ സർക്യൂട്ടിൽ നിന്ന് ഈ കറണ്ടിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ ജനറേറ്ററുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്കറിയാം, നമ്മളെയൊക്കെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജനറേറ്റർ അല്ലേ. അതിലേക്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഈ ഡീസൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതെന്താണ് ചെയ്യുന്നത്, അത് അതിൻ്റെ ഉള്ളിലുള്ളൊരു സാധനത്തിനെ കറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ കറക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരികയും അതെന്തായിട്ട് മാറുകയാണ്, ഇലക്ട്രിസിറ്റി ആയി മാറി നമുക്ക് തരികയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു AC ജനറേറ്റർ എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുക. മെയിനായിട്ട് അതിൻ്റെ പാർട്സ് പഠിക്കുക. ഏതൊക്കെയാണ്, ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്ലിപ്പ് റിങ്സ്, ബ്രഷസ്. അപ്പോൾ ഫീൽഡ് കാന്തങ്ങൾ, ആർമേച്ചർ, സ്ലിപ്പ് റിങ്ങുകൾ, ബ്രഷുകൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ പാർട്സ് എന്തിനൊക്കെയാണ് എന്ന് മാത്രം ഒന്ന് ഡീറ്റെയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മെയിൻലി നിങ്ങൾ അതിൻ്റെ പേര് പഠിച്ചു വെക്കുക. ഫീൽഡ് മാഗ്നറ്റ്. എന്താ ഫീൽഡ് മാഗ്നറ്റ്? ദ മാഗ്നറ്റ് ദാറ്റ് ക്രിയേറ്റ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ജനറേറ്റർ. ജനറേറ്ററുകളിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫീൽഡ് മാഗ്നറ്റ്സ് എന്ന് പറയുക. 2ാമത് ആർമേച്ചർ ആണ്. നമുക്കറിയാം എന്താണ് ആർമേച്ചർ എന്ന്. ആൻ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് അറൗണ്ട് എ സോഫ്റ്റ് അയൺ കോർ. ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും ചുറ്റിയെടുത്ത കമ്പീനെയാണ് നമ്മൾ എന്ത് പറയുക, ആർമേച്ചർ എന്ന് പറയുക. പിന്നെ സ്ലിപ്പ് റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ 2 മെറ്റൽ റിങ് ആണ്. ആ മെറ്റൽ റിങ് എന്തുമായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ടാവും, ആർമേച്ചറിൻ്റെ ഓരോ കാലുമായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ടാവും. സോ മെറ്റൽ റിങ്സ് വിച്ച് ആർ വെൽഡഡ് ടുഗെദർ വിത്ത് ആർമേച്ചർ കോയിലാണ് സ്ലിപ്പ് റിങ്സ്. ലാസ്റ്റ് വരുന്ന ബ്രഷാണ്. ബ്രഷ് എന്ന് പറയുന്നത് എന്താണ്, സ്ലിപ്പ് റിങ്ങിനെ സർക്യൂട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന സാധനമാണ് ബ്രഷ്. ഇനി ഇവിടെ വരാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഏതൊക്കെ പാർട്ട് റൊട്ടേറ്റിംഗ് ആണ്, കറങ്ങുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അപ്പോൾ കറങ്ങുന്ന ഭാഗം ഏതൊക്കെയാണ്, മാഗ്നറ്റ് കറങ്ങാറുണ്ടോ? ചിലതിൽ ആർമേച്ചർ നിന്നിട്ട്. അപ്പോൾ സാധാരണ മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്ന 2 വലിയ മാഗ്നറ്റ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മാഗ്നറ്റ്സ് കറങ്ങുന്നില്ല. ആർമേച്ചർ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ആർമേച്ചർ കറങ്ങുന്നുണ്ട്. ഇനി അടുത്ത് നോക്കൂ, സ്ലിപ്പ് റിങ് എന്ന് പറഞ്ഞാൽ ഈ ആർമേച്ചറുമായി ബന്ധപ്പെട്ട സാധനമാണ്. സോ സ്ലിപ്പ് റിങ്ങുകളും എന്ത് ചെയ്യും, കറങ്ങും. ഇനി ബ്രഷ് കറങ്ങില്ല. ബ്രഷ് നോൺ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. നോൺ റൊട്ടേറ്റിംഗ് പാർട്ടാണ്, കറങ്ങാത്ത ഭാഗമാണ് ബ്രഷ്. ഓക്കെ, അപ്പോൾ കറങ്ങാത്ത ഭാഗമാണ് ഏത്, ബ്രഷ്. ബാക്കി ആർമേച്ചറും സ്ലിപ്പ് റിങ്ങും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. രണ്ടും റൊട്ടേറ്റിംഗ് പാർട്ടാണ്. റൊട്ടേറ്റിംഗ് ആണ്, ഇത് നോൺ റൊട്ടേറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് AC ജനറേറ്ററിൻ്റെ മെയിൻ പാർട്സ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നിങ്ങളോട് എഴുതാൻ അങ്ങനെ ചോദിക്കില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനതൊന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്, ആർമേച്ചർ കോയിൽ
എന്തിൻ്റെ ഫീൽഡ് മാഗ്നറ്റിൻ്റെ നടുക്കാണ് ആർമേച്ചർ കോയിൽ ഇരിക്കുന്നത്. ആ ആർമേച്ചർ കോയിൽ ഇങ്ങനെ കറങ്ങുമ്പം അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് വരും? മാറ്റം വരും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റം വരുമ്പോൾ അതിലേക്ക് എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ആ ആർമേച്ചറിലൂടെ ഒരു കറണ്ട് ഒഴുകാൻ തുടങ്ങും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EMF എന്തിലൂടെ ഫ്ലോ ചെയ്യും? അങ്ങനെ ഫ്ലോ ചെയ്തിട്ട് സ്ലിപ്പ് റിങ്ങിലൂടെയും ബ്രഷുകളിലൂടെയും ഒക്കെ അത് ഫ്ലോ ചെയ്ത് പുറത്തേക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരും. ഇനി അങ്ങനെ ഒരു തവണ ഫുള്ളായിട്ട് ആർമേച്ചർ കറങ്ങുമ്പം ഫോർ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ചേഞ്ച് ട്വൈസ്. അപ്പോൾ നോക്കൂ, ഇതിങ്ങനെ ഒരു തവണ ഫുള്ളായിട്ട് കറങ്ങി വരുമ്പോൾ നമ്മളുടെ അതിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ദിശ 2 പ്രാവശ്യം മാറും. ആർമേച്ചർ ഒരു ഫുൾ ചുറ്റൽ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പം, അതായത് പകുതി ചുറ്റല്ല, ആർമേച്ചർ ഒന്ന് തിരിഞ്ഞ് ഇവിടെ എത്തി പിന്നെ ചുറ്റി ഇവിടെ എത്തുമ്പം, ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോൾ പകുതി തിരിയുമ്പോൾ ഒരു ദിശയിലേക്കായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. ബാക്കി പകുതി തിരിയുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ വേറെ ദിശയിലായിരിക്കും. അപ്പോൾ 2 തവണ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആർമേച്ചർ ഒരു പ്രാവശ്യം ചുറ്റുമ്പോൾ മാറും. ആർമേച്ചർ ഒരു പ്രാവശ്യം ചുറ്റുമ്പോൾ എത്ര പ്രാവശ്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും? 2 പ്രാവശ്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുമെന്ന് ഓർക്കുക. ആർമേച്ചർ ഒരു ഫുൾ ഭ്രമണം കഴിയുമ്പം, ഒരു മൊത്ത ഭ്രമണം കഴിയുമ്പം അവിടെ ഉണ്ടാകുന്ന കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ദിശ 2 പ്രാവശ്യം മാറും. അപ്പം അത് ഓർക്കുക. അങ്ങനെ 2 പ്രാവശ്യം മാറും. ആ ദിശയ്ക്ക് മാറ്റം വരുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ആർമേച്ചർ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം 0 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആണിത്. ഇങ്ങനെയാണ് ആർമേച്ചർ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. പിന്നെ അത് എത്ര തിരിഞ്ഞു? 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ ആദ്യം 0 ഡിഗ്രി ആയിരുന്നപ്പോൾ EMF എത്രയാണ്? 0 ആണ്. 90 ഡിഗ്രി തിരിഞ്ഞപ്പോൾ EMF ഏറ്റവും കൂടുതലായി. ഇവിടെ ഒരു മാക്സിമം പോയിന്റ് വന്നു അല്ലേ? പിന്നെ അത് പിന്നെ ഒരു 90 ഡിഗ്രി ആയപ്പോൾ, അതായത് 180 ഡിഗ്രി ആയപ്പം, 90നോട് 90 കൂട്ടുമ്പോഴാണ് 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി ആയപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ. അപ്പോൾ എന്താണ്? EMF 0 ആണ്. പിന്നെയും അതൊരു 90 ഡിഗ്രി തിരിയുമ്പോൾ 270 അപ്പോഴും EMF എന്താണ്? നെഗറ്റീവ് ആണെങ്കിലും അത് മാക്സിമം നെഗറ്റീവാണ്. പിന്നെ അത് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റൊട്ടേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അതാണ് 360 ഡിഗ്രി. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളൊരു ഇങ്ങനെ ഒരു വട്ടത്തിനെ വരച്ചു കഴിഞ്ഞാൽ ഇത് 0 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടറിലൊക്കെ എഴുതുന്ന പോലെ ഇവിടെയാണ് 0 ഡിഗ്രി എന്ന് വിചാരിക്കുക. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത്രയും തിരി. ഓക്കെ, 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു 90 ഡിഗ്രി തിരിച്ചു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു 90 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര തിരിഞ്ഞു? 360 ഡിഗ്രി. അതായത് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിക്കും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഒരു ചുറ്റ് ഫുള്ളായി ചുറ്റിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ആ ചുറ്റുകളുടെ അനുസരിച്ചിട്ടുള്ള EMFൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 0യിൽ തുടങ്ങി 90 ആകുമ്പോൾ മാക്സിമം, പിന്നെ 180 ആകുമ്പോൾ പിന്നെയും 0 ആവും, EMF പിന്നെയും 0 ആവും. പിന്നെ കണ്ടോ, അപ്പോൾ നമുക്ക് ആദ്യത്തെ EMF എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോസിറ്റീവ് ഡയറക്ഷനിലാണ് EMF. പിന്നെ നോക്കൂ, പിന്നെ അടുത്ത ചുറ്റ് തുടങ്ങുമ്പോഴേക്കും നെഗറ്റീവ് ഡയറക്ഷനിലാണ് EMFൻ്റെ ഡയറക്ഷൻ അവിടെ മാറി. 270 പിന്നെയും അത് മാക്സിമം ആവും. 360 എന്താവും? ഏറ്റവും 0 ആയിട്ട് കംപ്ലീറ്റഡ് ആവും. അങ്ങനെ 2 പ്രാവശ്യം EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എന്ത് മാറുന്നുണ്ട്? ഡയറക്ഷൻ മാറുന്നുണ്ട്. ഒരു തവണ ചുറ്റുമ്പം 2 പ്രാവശ്യം ഡയറക്ഷൻ മാറും. അപ്പോൾ ഒരു തവണ ചുറ്റൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇത്രയും വരച്ചാൽ ഒരു ചുറ്റലാവില്ല. ഇത്രയും കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ എന്താവുള്ളൂ? ആർമേച്ചർ ഒരു പ്രാവശ്യം ചുറ്റി തീരുള്ളൂ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ വേവിനെ വരയ്ക്കുമ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഒരു ചുറ്റിൽ കംപ്ലീറ്റ് ആവില്ല. ഇതൊരു ഡയറക്ഷൻ മാത്രം, പകുതി ചുറ്റിക്കഴിഞ്ഞാലാണ് ഇത്രയും കിട്ടുക. മൊത്തം ചുറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എത്തും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറും, 2 പ്രാവശ്യം മാറും. നിങ്ങളോട് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കണ്ട്, ഓരോ 0 ഡിഗ്രി ആകുമ്പോൾ കണ്ടോ ഫ്ലക്സ് എത്രയാണ്? 0 ആണ്. ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ്? 0 ആണ്. ഇനി 90 ഡിഗ്രി ആകുമ്പം അപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ ഒരു സമയം 1 മണിക്കൂറിൻ്റെ ഭാഗം, അതാണ് ഇപ്പം നമ്മളൊരു T എന്ന് പറയുന്ന സമയം എടുത്തു കഴിഞ്ഞാൽ Tയുടെ ഭാഗം ആകുമ്പോൾ അത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ 90 ഡിഗ്രിയിൽ നമുക്ക് EMF മാക്സിമം ആണ്. അപ്പോൾ മാക്സിമം EMF, ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം. പിന്നെ 180 ഡിഗ്രി, പിന്നെ ഒരു മണിക്കൂർ, അതായത് പകുതി സമയമാകുമ്പോൾ T/2 ആകുമ്പോൾ 180 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്ലക്സ് 0 ആയിരിക്കും, നമ്മുടെ EMFും 0 ആയിരിക്കും. പിന്നെ ഒരു അര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുക്കാലാണ് അല്ലേ? ഭാഗം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഭാഗം ആകുമ്പോഴേക്കും നമ്മൾ 270 ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ടാവും. 270 ഡിഗ്രി എത്തുമ്പോൾ നമുക്ക് എന്തായി? പിന്നെ ഒരു മാക്സിമം നമുക്ക് കിട്ടും അല്ലേ? മാക്സിമം
ഇൻഡ്യൂസ്ഡ് ഇ എം എഫും മാക്സിമം. അത് കഴിഞ്ഞ് ഫുൾ ടൈം കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ചുറ്റ് കഴിയുമ്പോൾ ടി ടൈം ആവും. അപ്പോൾ അതിനെ 360 ഡിഗ്രി ചുറ്റണം. 360 ഡിഗ്രി ചുറ്റി കഴിയുമ്പോൾ നമുക്ക് എന്താവും? ഫ്ലക്സും 0 ആവും, നമ്മുടെ ഇ എം എഫും 0 ആവും. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. 0-ൽ നിന്ന് തുടങ്ങി 90, പിന്നെ 180, 270, 360. അങ്ങനെയാണ് ഒരു ചുറ്റ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. സമയം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുമ്പോൾ ഉള്ള സമയം 0 ആണ്. പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞു, T/4. പിന്നെ ഒരു 1/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അരമണിക്കൂറായി. 1/4 മണിക്കൂറിൻ്റെ കൂടെ 1/4 മണിക്കൂറും കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്രയായി? അരമണിക്കൂറായി. പിന്നെ 3/4 മണിക്കൂർ, പിന്നെ ഫുൾ 1 മണിക്കൂർ. അപ്പോൾ അതിന് നമ്മൾ ടി വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. T/4, T/2, 3/4 T, പിന്നെ ഒരു ഫുൾ T. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അളവ് വരിക. അപ്പം നിങ്ങളോട് ഇവിടുന്ന് എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഇൻസ്റ്റൻസസ് അറ്റ് വിച്ച് മാക്സിമം ഇ എം എഫ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദി ആർമേച്ചർ കോയിൽ? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആർമേച്ചർ കോയിലിൽ മാക്സിമം കറണ്ട് അല്ലെങ്കിൽ മാക്സിമം ഇ എം എഫ് ഉണ്ടാകുന്നത്? അപ്പോൾ മാക്സിമം ഇ എം എഫ് ഉണ്ടാകുന്നത് ഏത് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്? നമ്മൾ കണ്ടു 90 ഡിഗ്രിയും 270 ഡിഗ്രിയും റൊട്ടേഷൻ നടക്കുമ്പോഴാണ് മാക്സിമം നമുക്ക് എന്ത് കിട്ടുന്നത്? ഇ എം എഫ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തത് എപ്പോഴാണ് മിനിമം ഇ എം എഫ് കിട്ടുന്നത് എന്നാണ്. ഏതൊക്കെ ഡിഗ്രിയിലാവുമ്പോഴാണ്? 0 ഡിഗ്രി ആകുമ്പോഴും 180 ഡിഗ്രി ആകുമ്പോഴും അതേപോലെ 360 ഡിഗ്രി ആകുമ്പോഴുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മിനിമം റൊട്ടേഷൻ കിട്ടുന്നത്, മിനിമം ഇ എം എഫ് കിട്ടുന്നത്. മിനിമം ഇ എം എഫ് അല്ലെങ്കിൽ മിനിമം കറണ്ട് കിട്ടുന്നത് ഈ 0 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രിയിലാണ്. മാക്സിമം കിട്ടുന്നത് 90 ഡിഗ്രിയും 270 ഡിഗ്രിയുമാണ്. ഇത് എന്തായാലും പഠിച്ചു വെക്കണം. ഏത് ഡിഗ്രിയിലാണ് മാക്സിമം ഇ എം എഫ് അല്ലെങ്കിൽ മിനിമം ഇ എം എഫ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലുമാണ് നിങ്ങൾക്ക് മാക്സിമം ഇ എം എഫ് വരിക. അതേസമയം 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും 360 ഡിഗ്രിയിലുമാണ് നിങ്ങൾക്ക് മിനിമം ഇ എം എഫ് അല്ലെങ്കിൽ മിനിമം കറണ്ട് ഉണ്ടായിരിക്കുക. അപ്പം നമ്മളിപ്പോൾ സമയത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, ഒരു ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്തിന് ടി ടൈം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ ടി ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? പീരീഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് പീരീഡ്? ദ ടൈം ടേക്കൺ ബൈ ആർമേച്ചർ കോയിൽ ഫോർ എ ഫുൾ റൊട്ടേഷൻ. ആർമേച്ചർ കോയിൽ ഒരു ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് തീർക്കാൻ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 0-ൽ തുടങ്ങി ആ 0-ലേക്ക് തന്നെ അവസാനിക്കണം, 360 അവസാനിക്കണം. അപ്പം അങ്ങനെ അവസാനിക്കാൻ ഒരു ഫുൾ ചുറ്റലെടുക്കാൻ വേണ്ടി ആർമേച്ചർ എത്ര സമയം എടുക്കുന്നോ അതിനെയാണ് നമ്മൾ പീരീഡ് അല്ലെങ്കിൽ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പീരീഡ് എന്ന് പറയാം. സോ എന്താ പീരീഡ്? ടൈം ടേക്കൺ ബൈ ആർമേച്ചർ ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ആർമേച്ചർ ഒരു പൂർണ്ണ ഭ്രമണം നടത്താൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? പീരീഡ് എന്ന് പറയാം. സോ അത്രയാണ് എ സി ജനറേറ്ററിൻ്റെ കാര്യത്തിൽ മെയിൻലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അടുത്ത ജനറേറ്ററുമായിട്ട് കാണാം. അതുവരെ താങ്ക്സ്.